നാദം, തനിമയുടെ രാഗം, കനവിലൊരു നാളം. പ്രകാശനായ പ്രകാശിക മലങ്കരദർശൻ.
ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മലങ്കര ദർശൻ ധ്യാന പീഠത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പല തരത്തിലുള്ളതായ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ നിറഞ്ഞതായ ഒരു സാഹചര്യത്തിലൂടെയാണ് മനുഷ്യൻ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രശ്നമുഖരിതമായ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ആർദ്രതയുമൊക്കെ അധികമായി അനുഭവിക്കുവാൻ മനുഷ്യരാശിക്ക് സാധ്യമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു ശിഷ്യൻ ആരായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് വളരെയേറെ ആവശ്യമാണ്. അതിന് ആധാരമായി എടുത്തിരിക്കുന്നതായ വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 23 വരെയുള്ളതായ വേദഭാഗങ്ങളാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നാം പരിശോധിക്കുമ്പോൾ ഒരു ജൂവിഷ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി രചിക്കപ്പെട്ട ഒരു സുവിശേഷമാണ്. റോമ ഗവൺമെന്റിന്റെ പീഡനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നതായ സാഹചര്യത്തിൽ ജൂവിഷ് കമ്മ്യൂണിറ്റിയെ ഒന്നിച്ച് നിർത്തുന്നതിനും അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ നിലനിർത്തുന്നതിനുമായി എഴുതപ്പെട്ടതായ സുവിശേഷമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം. ഈ വേദഭാഗം നാം പരിശോധിക്കുമ്പോൾ പീഡാനുഭവം ഏറ്റുവാങ്ങുന്ന മനുഷ്യപുത്രനായി കർത്താവായ യേശു ക്രിസ്തുവിനെ യഹൂദന്മാരുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ മത്തായി ഇവിടെ ശ്രമിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. 10-ാം അധ്യായം 1 മുതലുള്ളതായ വേദഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടതായ ശിഷ്യന്മാർക്ക് ലഭിക്കുന്നതായ ഉപദേശങ്ങളെ കുറിച്ച് വളരെ വ്യക്തതയോടെ ഇവിടെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുകയാണ്. വലിയ വാഗ്ദാനങ്ങളുടെ പട്ടികയല്ല, മറിച്ച് ഒരു ശിഷ്യൻ പ്രതീക്ഷിക്കേണ്ടത് മർദ്ദനവും പീഡനങ്ങളും അവഗണനയും തിരസ്കരണവുമാണ് എന്ന് ഈ വേദഭാഗത്തുകൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുകയാണ്. പലപ്പോഴും സ്വന്തം വീട്ടിലെ സുരക്ഷിതത്വം അനുഭവിച്ചുകൊണ്ടിരുന്നതായ വ്യക്തി ജീവിതങ്ങളെ അവരുടെ സുരക്ഷിതത്വത്തിൽ നിന്ന് വിളിച്ച് ഇറക്കിക്കൊണ്ട് വന്നിട്ട് മറ്റു ഭവനങ്ങളുടെ അരക്ഷിതാവസ്ഥയിലേക്ക്, ആശങ്കയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവരെ ഏൽപ്പിച്ചതായ നിയോഗം വളരെ വലുതായിരുന്നു എന്ന് മത്തായി തൻ്റെ ലേഖനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. വാരൻ എന്നതായ ചിന്തകൻ ഇപ്രകാരം പറയുന്നുണ്ട്: The work of salvation could be accomplished only by Jesus Christ, and He did it alone. But the witness of this salvation could only be accomplished by His people, those who have trusted Him and been served. യേശു ക്രിസ്തുവിലൂടെ സാധ്യമായ രക്ഷയുടെ സാക്ഷികളാണ് വിശ്വാസ സമൂഹമായിരിക്കുന്ന നാം ഓരോരുത്തരും. അതുകൊണ്ട് ക്രിസ്തുവിലൂടെ സാധ്യമായ രക്ഷയുടെ സാക്ഷികളായി രൂപാന്തരപ്പെടുവാനുള്ള ക്ഷണമാണ് ഓരോ ശിഷ്യന്റെയും ജീവിതത്തിൽ സാധ്യമായിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയതായ 1-ാം ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്: ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളുടെ വിളിയെക്കുറിച്ചും നമ്മളുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചും നമ്മളുടെ ജീവിതത്തെക്കുറിച്ചും നമ്മളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടോടും ധാരണയോടും കൂടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധ്യമായി തീരേണ്ടത് വളരെയേറെ ആവശ്യമാണ്. ആരാണ് ഒരു യഥാർത്ഥ ശിഷ്യൻ എന്ന് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16 മുതലുള്ളതായ വാക്യം നമ്മെ പഠിപ്പിക്കുകയാണ്.
ഒന്ന് ഈ വേദഭാഗത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, പ്രതിസന്ധികളുടെ നടുവിൽ തൻ്റെ ജീവിത ശൈലിയെ ക്രമപ്പെടുത്തുന്നവനാണ് ഒരു യഥാർത്ഥ ശിഷ്യൻ. എ ഗുഡ് സെർവന്റ് ഈസ് വൺ ഹു അഡ്ജസ്റ്റ് ദ ലൈഫ് സ്റ്റൈൽ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ക്രൈസിസ് എന്നാണ് മത്തായി ഈ വേദഭാഗത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അതിന്റെ 16-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 24 മുതൽ 29 വരെയുള്ളതായ വാക്യം വായിക്കുമ്പോൾ പല തരത്തിലുള്ളതായ പ്രതിസന്ധികളെ കുറിച്ച് അവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രതിസന്ധികൾ മഴയായും പുഴയായും കാറ്റായും നദിയായും ഒക്കെ കടന്നു വരാം. അതിൻ്റെ നടുവിൽ ഒരു കുഞ്ഞാടായി തൻ്റെ ജീവിത ശൈലി ക്രമപ്പെടുത്തുന്നവനാണ് ഒരു യഥാർത്ഥ ശിഷ്യൻ എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആരാണ് ഒരു യഥാർത്ഥ കുഞ്ഞാട്? കുഞ്ഞാടിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമാണ്, ശത്രുവിന്റെ മുമ്പിൽ പ്രതികരിക്കുവാൻ കഴിയാത്ത നിസ്സഹായയായ ഒരു ജീവിയാണ് കുഞ്ഞാട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമാണ്. രണ്ടാമത് അവിടെ ഓർമ്മപ്പെടുത്തുന്നത്, നിരായുധനായ പടയാളിയുടെ ഒരു അവസ്ഥയാണ് ഒരു കുഞ്ഞാടിന് ഉള്ളത്. ഈ സാമൂഹ്യമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ വലിച്ചെറിയുവാൻ പണമില്ലാത്ത ബലഹീനനെ പോലെയാണ് ഒരു കുഞ്ഞാട് എന്നുള്ളതും നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഒരു സാമൂഹികമായ തലത്തിലും സാംസ്കാരികമായ തലത്തിലും സാമ്പത്തികമായ തലത്തിലുമെല്ലാം പലപ്പോഴും ശിഷ്യന്മാർ പരിഹസിക്കപ്പെടുന്നവരാണ്. അവർ അപമാനിക്കപ്പെടുന്നതായ ഇടങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാകാം. ഇവിടെയെല്ലാം തൻ്റെ ജീവിത ശൈലി യഥാവിധം ക്രമപ്പെടുത്തുവാൻ ഒരു ശിഷ്യന് സാധ്യമാകണം എന്ന് ഈ ദൈവവചനം ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്നതായ മാതൃക. രണ്ടാമത് ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ദൈവാത്മാവിന് പൂർണ്ണമായും വിധേയപ്പെടുന്നവനാണ് ഒരു യഥാർത്ഥ ശിഷ്യൻ. എ ഗുഡ് സെർവന്റ് ഈസ് വൺ ഹു സബ്മിറ്റ്സ് കംപ്ലീറ്റ്ലി ടു ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് എന്നാണ് ഇവിടെ ഓർമ്മപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. അതിന് 17 മുതൽ 20 വരെയുള്ളതായ വേദഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഒരു ശിഷ്യൻ അനുഭവിക്കുന്നതായ പ്രതികൂല സാഹചര്യങ്ങളെ കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഒന്ന്, അവിടെ ഓർമ്മപ്പെടുത്തുന്നത് രാഷ്ട്രീയപരമായ പീഡനങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 2, സഭാപരമായി ഒരു ശിഷ്യൻ അനുഭവിക്കുന്നതായ പീഡനങ്ങളെ കുറിച്ച് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 3, കുടുംബത്തിൽ നിന്നുള്ളതായ പീഡനങ്ങളെ കുറിച്ച് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം നമ്മൾ പരിശോധിക്കുമ്പോൾ ഗദരദേശത്ത് കല്ലറയിൽ പാർത്തിരുന്നതായ ഒരു ഭൂതഗ്രസ്തനായ മനുഷ്യനെ കുറിച്ച് അവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തൻ്റെ കുടുംബവും തൻ്റെ സമൂഹവും എല്ലാം ആ മനുഷ്യനെ ഒറ്റപ്പെടുത്തിയതിൻ്റെ കാരണമാണ് കല്ലറയിൽ അവൻ ഒറ്റയ്ക്ക് പാർക്കേണ്ടി വന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടത് വളരെയേറെ ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വ്യക്തിയെ പരിചയപ്പെടുകയുണ്ടായി. ഒരു മകന് വേണ്ടി യാചിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ വന്നതായ ഒരു വ്യക്തിത്വത്തെ. അദ്ദേഹത്തിൻ്റെ മകൻ 27 വയസ്സിൽ പ്രായമുള്ളതായ ആ പ്രിയപ്പെട്ട പൈതൽ 2 കിഡ്നിയും ഫെയിലിയറായി ഇന്ന് ഡയാലിസിസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ബിടെക് വരെ പഠിച്ചതായ ആ പ്രിയപ്പെട്ട യൗവനക്കാരൻ തൻ്റെ യൗവനത്തിൽ തന്നെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച, കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഒരു യൗവനക്കാരൻ. എന്നാൽ തനിക്ക് ഇപ്രകാരം ഒരു രോഗമുണ്ട് എന്ന് ഭാര്യ മനസ്സിലാക്കിയപ്പോൾ അവൾ അവനെ ഉപേക്ഷിച്ച് അവളുടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി എന്നുള്ളതായ വിഷമകരമായ ഒരു വലിയ സംഭവമാണ്, ഒരു വാർത്തയാണ് ആ പിതാവിൽ നിന്ന് കേൾക്കുവാനായിട്ട് ഇടയായത്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാം, ജീവിതത്തിൽ രോഗങ്ങൾ ഉണ്ടാകാം, മരണകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം. ഇതിൻ്റെയൊക്കെ നടുവിൽ എന്നെ കേൾക്കുന്നതായ പ്രിയപ്പെട്ടവരെ,
തളർന്ന് പോകുന്നതിന് വേണ്ടിയല്ല, മറിച്ച് ദൈവ സന്നിധിയിൽ നമ്മെ തന്നെ വിധേയപ്പെടുത്തി അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതത്തിന്റെ സാക്ഷികളായി ബലത്തോടെ ജീവിക്കുവാൻ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ മറന്ന് പോകരുത്. ഈ 10-ാമത്തെ അധ്യായം അതിന്റെ 42-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിക്കുവാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോവുകയില്ല. ഇവിടെ ഒരു ശിഷ്യനെ ദൈവം എത്രമാത്രം കരുതുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. യു ആർ ഇൻ ഗോഡ്സ് ഹാൻഡ്, യു ആർ അണ്ടർ കൺട്രോൾ ഓഫ് ഗോഡ് എന്നാണ് ഇവിടെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ശിഷ്യൻ ദൈവകരങ്ങളിൽ എല്ലായ്പ്പോഴും സുരക്ഷിതനാണെന്നും ദൈവ നിയന്ത്രണത്തിന് കീഴിലാണെന്നുമുള്ള ബോധം നമ്മെ ഭരിക്കേണ്ടത് വളരെയേറെ ആവശ്യമാണ്. പഴയ നിയമ വേദഭാഗം നമ്മൾ പഠിക്കുമ്പോൾ വിക്കനായ മോശയെ തെരഞ്ഞെടുത്തവനായ ദൈവത്തെക്കുറിച്ച് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിക്കനായ മോശയെ തെരഞ്ഞെടുത്തവനായ ദൈവം അവനു വേണ്ടി അഹരോനെ ഒരുക്കിയ പോലെ ഒരു ശിഷ്യനു വേണ്ടി സംസാരിക്കുവാൻ ദൈവം തൻ്റെ ആത്മാവിനെ നൽകുകയാണ് ഈ വേദഭാഗത്തിലൂടെ. അതിൻ്റെ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ടല്ലോ, പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവത്രേ എന്നാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലായ്പ്പോഴും ഒരു ശിഷ്യൻ ദൈവാത്മാവിന് പൂർണ്ണമായി വിധേയപ്പെട്ട് ജീവിക്കുന്നവനായിരിക്കണം എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. 3-ാമത് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് വിളിയോട് നീതിയുള്ളവനായിരിക്കണം ഒരു യഥാർത്ഥ ശിഷ്യൻ. A good servant must be righteous to the call എന്നാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അതിൻ്റെ 22-ാമത്തെ വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, അവസാനത്തോളം സഹിച്ച് നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും, അവസാനത്തോളം സഹിച്ച് നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. You may have to face lot of consequences and lot of sufferings in the midst of our journey. ഇവിടെയാണ് കർത്താവ് പറയുന്നത്, അവസാനത്തോളം സഹിച്ച് നിൽക്കുന്നതായ വ്യക്തി ജീവിതങ്ങൾക്ക് മാത്രമേ രക്ഷയുടെ അനുഭവം സാധ്യമാവുകയുള്ളൂ എന്ന്. ഇത് ഒരു സഫറിംഗ് കമ്മ്യൂണിറ്റിയെ ഒരുക്കുന്നതായ ഒരനുഭവമാണ് നമുക്ക് ഈ വേദഭാഗങ്ങളിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. സാമൂഹികപരമായി നമ്മൾ ഒന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമാണ്, ഇന്നിൻ്റെ ഒരു കാലഘട്ടം വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടതായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. ഈ ലോകപ്രകാരം സുവിശേഷം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ പോലും സാധ്യമാകാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ അടച്ചുകൊന്ന ഫാദർ സ്റ്റാൻ സാമി നമ്മുടെ കണ്ണിന് മുമ്പിൽ നിന്ന് ഇന്നും മാഞ്ഞ് പോയിട്ടില്ല. നീതിയോടും തീഷ്ണതയോടും കൂടി പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ ഒരു നല്ല ശിഷ്യനായി ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് സാധ്യമാവുകയുള്ളൂ. നമ്മുടെ ജീവിത കാഴ്ചപ്പാടുകൾ ഒക്കെ എപ്രകാരമാണ്? ഒരു നല്ല ശിഷ്യനായി ദൈവം എന്നെ ആക്കിയതായ ഇടങ്ങളിൽ വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടെ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് സാധ്യമായി തീരുന്നുണ്ടോ എന്നുള്ളത് വളരെ വ്യക്തതയോടെ നമ്മൾ പരിശോധിക്കേണ്ടത് വളരെയേറെ ആവശ്യമാണ്. ഈ ദിവസങ്ങളിൽ ഫേസ്ബുക്കിൽ വന്നതായ ഒരു അമ്മയുടെ സാക്ഷ്യം നിങ്ങൾ ഓരോരുത്തരും കണ്ടു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. 25-ാമത്തെ വയസ്സിൽ തൻ്റെ പൊന്നോമന പുത്രൻ ഒരു ആക്സിഡന്റിൽ ഈ ലോകപ്രകാരം മാറ്റപ്പെട്ടതായ സാഹചര്യമുണ്ടായപ്പോൾ അവന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് ഒരമ്മ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതായ ഒരു ചിത്രം ഇന്നും എൻ്റെ കണ്ണിന് മുമ്പിൽ നിലനിൽക്കുന്നതായ ഒരു സംഗതിയാണ്. എന്നെ കേൾക്കുന്നതായ പ്രിയപ്പെട്ടവരെ, തൻ്റെ സ്വന്തം പുത്രൻ മരിച്ച് കിടക്കുമ്പോഴും അവൻ്റെ നെഞ്ചത്ത് പുസ്തകം വെച്ച് പാട്ടുകൾ പാടുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ഹല്ലേലൂയ പാടുവാൻ ഒരു അമ്മയ്ക്ക് സാധ്യമാകുന്നുവെങ്കിൽ ദൈവം എത്രയോ വലിയവനാണ്.
ആ അമ്മ ഇപ്രകാരമാണ് പറയുന്നത്: ഞാൻ എൻ്റെ മകനെ സ്നേഹിക്കുന്നതിലുമൊക്കെ ഉപരി എൻ്റെ അപ്പൻ എൻ്റെ മകനെ സ്നേഹിച്ചു. ആ അപ്പൻ്റെ സന്നിധിയിലേക്കാണ് അവൻ മടങ്ങി പോയത്. ഈ ഒരു വലിയ തീഷ്ണതയോട്, ഈ ഒരു വലിയ വിശ്വാസത്തോടെ നമ്മുടെ ജൈത്ര യാത്ര നമുക്ക് മുൻപോട്ട് നയിക്കുവാനായിട്ട് സാധ്യമാകുമോ? ശിഷ്യൻ എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികളുടെ നടുവിൽ തൻ്റെ ജീവിത ശൈലി ക്രമപ്പെടുത്തുന്നവനാണ്. ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവാത്മാവിന് പൂർണ്ണമായും വിധേയപ്പെട്ട് ജീവിക്കുന്നവനാണ്. ശിഷ്യൻ എന്ന് പറഞ്ഞാൽ വിളിച്ച വിളിയോട് നീതി ഉള്ളവൻ ആണ്. അപ്രകാരം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിധേയപ്പെടുത്തി അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിൻ്റെ സാക്ഷികളായി ഈ ലോകത്ത് വിശുദ്ധിയോടെ ജീവിക്കുവാൻ ദൈവമേ, നീ ഞങ്ങളെ സഹായിക്കണമേ. ആ ഒരു വലിയ തിരിച്ചറിവോട്, ബോധ്യത്തോടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം. അതിന് ഈ ദൈവ വചനം മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
കൃഷ്ണ